ഹലോ, അപ്പോൾ ഇന്നത്തേത് ഷാജീൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഭയങ്കര സിമ്പിൾ ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള പെട്ടെന്ന് വെയിറ്റ് ഗെയിനൊക്കെ സപ്പോർട്ട് ചെയ്യണ ഒരു റെസിപ്പിയാണ്. അങ്ങനെ റെസിപ്പി എന്നൊന്നും പറയാനും മാത്രമല്ല, നമ്മുടെ ഏത്തപ്പഴം ഇല്ലേ, നേന്ത്രപ്പഴം, അത് ഞാൻ എങ്ങനെ ഷാജിക്ക് കൊടുക്കലെന്നാണ് കാണിക്കണേ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ഏത്തപ്പഴം രണ്ടായിട്ട് മുറിച്ചിട്ട് നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ജസ്റ്റ് ആവി കയറ്റിയിട്ടാണ് വേവിച്ചെടുത്തേക്കുന്നത്. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഈ ഒരു നാര് പോലത്തെ ഒരു സാധനമല്ലേ, അതും അതേപോലെ അതിൻ്റെ ആ ഒരു സീഡൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഫുള്ള് കളഞ്ഞിട്ടെടുക്കണം. ഈ ഏത്തപ്പഴത്തിൻ്റെ ഉള്ളിലുള്ള ഒരു സാധനമല്ലേ, അത് ഉറപ്പായിട്ടും എടുത്ത് കളയണം കേട്ടോ. കാരണം അത് കുട്ടികളുടെ ഡൈജഷൻ ഭയങ്കര ബുദ്ധിമുട്ടാക്കും. അങ്ങനെ അതൊക്കെ കളഞ്ഞിട്ടെടുത്ത് ഞാനത് നേരെ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് അങ്ങനെ അതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യ് ആഡ് ചെയ്താൽ കുട്ടികൾക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാതിരിക്കാനും പിന്നെ അതേപോലെ വെയിറ്റ് ഗെയിനൊക്കെ ഭയങ്കര നല്ലതാണ്. അങ്ങനെ അപ്പോൾ ഇതെനിക്ക് കുറച്ച് തിക്കായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ച് തിളപ്പിച്ച വെള്ളം കൂടി വെച്ചിട്ട് ഇത്തിരി ലൂസാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ നേരെ ഷാജിക്ക് കൊടുക്കാൻ പോവുകയാണ്. അപ്പം അങ്ങനെ പഴമൊക്കെ ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ നമ്മളിങ്ങനെ കുറച്ച് നെയ്യൊക്കെ ആഡ് ചെയ്തിട്ട് ഇങ്ങനെ കൊടുത്താൽ പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ ഉണ്ടാവാൻ ഭയങ്കര നല്ലതാണ്. അപ്പോൾ ഷാജീനെ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഓനെക്കൊണ്ട് ഏത്തപ്പഴമൊക്കെ കഴിപ്പിക്കൽ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ഫോളോ ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ ഇങ്ങനത്തെ വീഡിയോസിനായിട്ട് ഉറപ്പായിട്ടൊന്ന് ഫോളോ ചെയ്ത് വെക്കണേ. ടാറ്റാ.